മിഡിൽ ഈസ്റ്റിലെ US-ഇറാൻ സംഘർഷം, ഇറാൻ യുദ്ധം ആഗോള സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. IMFന്റെ ഏപ്രിൽ 2026 വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് പ്രകാരം സംഘർഷം പരിമിതമായി തുടർന്നാൽ ആഗോള വളർച്ച 3% കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണപ്പെരുപ്പവും ചെറുതായി ഉയരും. എണ്ണവില ബാരലിന് $90-100 ചാഞ്ചാടി. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലൂടെയുള്ള ഗതാഗത തടസ്സം കാരണം വിതരണം ബാധിതമായി. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതായുള്ള പ്രതീക്ഷയിൽ വില ചെറുതായി താഴ്ന്നു. US സ്റ്റോക്ക് മാർക്കറ്റ്, S&P 500, നാസ്ഡാക്ക് എന്നിവ പുതിയ റെക്കോർഡ് ഉയരങ്ങളിലെത്തി. ആഴ്ചയിൽ S&P 500 ഏകദേശം 3% ഉയർന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രതീക്ഷയും ബാങ്ക് ലാഭവിവര കണക്കുകളും JP മോർഗൻ, സിറ്റി തുടങ്ങിയവയുടെ ശക്തമായ Q1 ഫലങ്ങൾ മാർക്കറ്റിന് ഉണർവ് നൽകി. ടെക്, AI, സെമികണ്ടക്ടർ ഓഹരികൾ നേട്ടം കൊയ്തു. എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഊർജ്ജമേഖലയെ ബാധിച്ചു. ഫെഡിന്റെ ബേജ് ബുക്ക് പറയുന്നത് സമ്പദ്വ്യവസ്ഥ സ്ഥിരതയോടെ മുന്നോട്ടു പോകുന്നുണ്ടെന്നാണ്. പക്ഷേ വളർച്ച മന്ദഗതിയിലാകുന്നതായും പണപ്പെരുപ്പ സമ്മർദ്ദം ഉണ്ടെന്നുമാണ് സൂചന. ഇന്ത്യൻ മാർക്കറ്റ് സെൻസെക്സ്, നിഫ്റ്റി ഒരു മാസത്തിലെ ഉയരത്തിലെത്തി. ഏപ്രിൽ 15-ന് സെൻസെക്സ് 1263 പോയിന്റ് ഉയർന്ന് 78,111-ലും നിഫ്റ്റി 388 പോയിന്റ് ഉയർന്ന് 24,231-ലും ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിൽ വില $100 താഴെ വന്നതും US-ഇറാൻ സമാധാന ചർച്ചകളുടെ പ്രതീക്ഷയും കാരണമായി. ഏപ്രിൽ 1-ന് പുതിയ സാമ്പത്തിക വർഷം FY27 തുടങ്ങിയപ്പോഴും മാർക്കറ്റ് നേട്ടത്തിലായിരുന്നു. മറ്റ് പ്രധാന വാർത്തകൾ. AI ബൂം തുടരുന്നു. ASML പോലുള്ള കമ്പനികൾ AI ഡിമാൻഡ് കാരണം 2026 ഔട്ട്ലുക്ക് മെച്ചപ്പെടുത്തി. ടെക് മേഖലയിൽ ശക്തമായ പ്രതീക്ഷ. ഇന്ത്യയിൽ പുതിയ നികുതി നിയമം. ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ. ടാക്സ് സ്ലാബുകളിലും റീബേറ്റുകളിലും മാറ്റങ്ങൾ. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 0 ടാക്സ് സാധ്യത. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ മേഖലയിൽ ചെറിയ മാറ്റങ്ങൾ. TDS ഫോമുകൾ, ബാങ്ക് ചാർജുകൾ തുടങ്ങിയവ. ഈ ആഴ്ച US-ഇറാൻ സമാധാന പ്രതീക്ഷകൾ മാർക്കറ്റുകളെ ഉയർത്തി. എണ്ണവിലയിലെ അസ്ഥിരതയും പണപ്പെരുപ്പ ഭീതിയും തുടരുന്നുണ്ടെങ്കിലും ടെക് AI മേഖലയും ശക്തമായ ക്വാർട്ടർലി ഫലങ്ങളും ആശ്വാസമായി. ഇന്ത്യൻ മാർക്കറ്റ് ആഗോള സൂചനകൾക്കൊപ്പം നേട്ടം കൊയ്തു. അടുത്ത ആഴ്ചകളിൽ യുദ്ധത്തിന്റെ ഫലവും ഫെഡിന്റെ നിലപാടും നിർണായകമാകും. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ, ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30-ന് കാണാം.